ഇനിയിപ്പോൾ ഈ വാർത്ത വന്നതിൻ്റെ പശ്ചാത്തലത്തിൽ പരിശോധിക്കട്ടെ, ആരൊക്കെയാണ് വരുന്നതെന്നുള്ളത്, കൂലിക്കുള്ള ആളുകളാണോ വരുന്നത് എന്നുള്ളത് ജനം പരിശോധിക്കട്ടെ, വിലയിരുത്തട്ടെ. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കാരണം ഞങ്ങളെ സംബന്ധിച്ച് എതിർ സ്ഥാനാർത്ഥിക്ക് ആളെ കൂട്ടി കൊടുക്കലല്ലോ ഞങ്ങളുടെ പണി. ഇത്തരമൊരു കാര്യത്തിൽ ഏർപ്പെടേണ്ട ഒരു കാര്യവും ഞങ്ങൾക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഏത് തരത്തിലുള്ള അന്വേഷണം അവർ നടത്തിക്കോട്ടെ, ഞങ്ങൾക്കതിൽ ഭയശങ്കയൊന്നുമില്ല. വട്ടിയൂർക്കാവിൽ മറ്റൊരു വിവാദം നടക്കുകയാണ്. കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ പരിപാടിക്ക് ആളെ പങ്കെടുക്കാൻ പരസ്യം നൽകി എന്ന തരത്തിലുള്ള വിവാദം. അതിന് കെ മുരളീധരൻ, അതിന് പിന്നിൽ വട്ടിയൂർക്കാവിലെ സിറ്റിംഗ് MLA കൂടിയായ LDF സ്ഥാനാർത്ഥി VK പ്രശാന്താണ് എന്നാണ് പറയുന്നത്. അത് അദ്ദേഹത്തെ പോലുള്ളൊരു സീനിയർ നേതാവ് അത്തരം പ്രസ്താവനകൾ നടത്തുന്നത് ശരിയാണോ എന്ന് അദ്ദേഹം ചിന്തിക്കണം. ഈ ഇലക്ഷൻ്റെ ആദ്യം മുതൽ LDF സ്ഥാനാർത്ഥിയെ വ്യക്തിപരമായി ആക്രമിക്കാനാണ് അദ്ദേഹം ശ്രമിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പോലുള്ള ഒരു മുതിർന്ന നേതാവിൽ നിന്നും അത്തരമൊരു കാര്യം ഉണ്ടാകുന്നത് ശരിയല്ല. അദ്ദേഹം ആദ്യം ഡീലാരോപണം പറയുന്നു. ഇപ്പോൾ വന്ന പരസ്യത്തെ സംബന്ധിച്ച് മാധ്യമങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത്. അപ്പോൾ അതിൻ്റെ വസ്തുത പരിശോധിച്ച് മറുപടി പറയുന്നതിന് പകരം ഇത് LDF സ്ഥാനാർത്ഥിയാണ്, അറിഞ്ഞുകൊണ്ടാണ് ഈ കാര്യങ്ങൾ നടക്കുന്നത് എന്നുള്ള നിലയ്ക്ക് വർത്തമാനം പറയുന്നത്, പ്രചരിപ്പിക്കുന്നത് ശരിയല്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. തിരഞ്ഞെടുപ്പ് കമ്മീഷനും സംസ്ഥാന പോലീസ് മേധാവിക്കും കെ മുരളീധരൻ പരാതി നൽകിയിട്ടുണ്ട്. കേസടക്കമുള്ള കാര്യങ്ങൾ, തുടർ നടപടികൾ ഉണ്ടാകും എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതെങ്കിലും തരത്തിൽ CPIM-നോ അല്ലെങ്കിൽ സ്ഥാനാർത്ഥി എന്ന നിലയിലോ അത്തരം നടപടികൾ വരുന്നതിനെ ഭയക്കുന്നുണ്ടോ? ഇല്ല, ഞങ്ങൾ ഭയക്കേണ്ട കാര്യം എന്താ? അവർ ഫീൽഡിലെ എക്സ്പീരിയൻസ് നോക്കിക്കഴിഞ്ഞാൽ കോൺഗ്രസ്സിന് പ്രവർത്തിക്കാൻ ആളില്ലാത്ത സ്ഥിതി പല സ്ഥലങ്ങളിലും ഉണ്ട്. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും ചർച്ചാ വിഷയമായിട്ടുണ്ട് മണ്ഡലത്തിനകത്ത്. അപ്പോൾ ഞങ്ങൾക്കതിനെ സംബന്ധിച്ച് ഭയക്കേണ്ട കാര്യമില്ല. അവർ പോലീസിനോ ഇൻ്റലിജൻസിനോ ആർക്കാണെങ്കിലും പരാതി കൊടുക്കട്ടെ, അവർ അന്വേഷിക്കട്ടെ. കാരണം ഞങ്ങളെ സംബന്ധിച്ച് എതിർ സ്ഥാനാർത്ഥിക്ക് ആളെ കൂട്ടി കൊടുക്കലല്ലോ ഞങ്ങളുടെ പണി. ഇത്തരമൊരു കാര്യത്തിൽ ഏർപ്പെടേണ്ട ഒരു കാര്യവും ഞങ്ങൾക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഏത് തരത്തിലുള്ള അന്വേഷണം അവർ നടത്തിക്കോട്ടെ, ഞങ്ങൾക്കതിൽ ഭയശങ്കയൊന്നുമില്ല. എതിർ സ്ഥാനാർത്ഥിയും എതിർ പാർട്ടിയും മുന്നണിയും ദുർബലമാണെന്ന് കാണിക്കുന്നതിന് വേണ്ടി നടത്തിയ ഒരു കാര്യമായിട്ടാണ് അവർ ആരോപിക്കുന്നത്. അല്ല, ഞങ്ങളെ സംബന്ധിച്ച് അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല. അദ്ദേഹം, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ, അത്തരം വ്യക്തിപരമായ ആക്രമണം LDF സ്ഥാനാർത്ഥിക്ക് നേരെ നടത്തുന്നത് തുടക്കം മുതൽ അങ്ങനെയാണ്. ഡീലാരോപണം പറയുന്നു, ഇപ്പോൾ ഈ ആരോപണം പറയുന്നു, പല നിലയിലുള്ള വ്യക്തിഹത്യ നടത്താൻ വേണ്ടി ശ്രമിക്കുന്നു. അപ്പോൾ അത് ശരിയായ നടപടിയല്ല എന്നുള്ളത് മാത്രമേ എനിക്ക് അതിനെ സംബന്ധിച്ച് പറയാനുള്ളൂ. ഇവിടെ UDF സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രചരണത്തിന് പല സ്ഥലത്തും ആളില്ല എന്നത് യാഥാർത്ഥ്യമാണോ? അല്ല, തീർച്ചയായിട്ടും യാഥാർത്ഥ്യമാണ്. അവർ പുറത്തു നിന്നുള്ള ആളുകളടക്കം അവരുടെ റാലികളിൽ പങ്കെടുക്കുകയാണ്. അവരുടെ പരിപാടികളിൽ മറ്റേ വീടുകൾ ഭവന സന്ദർശനം നടത്തുമ്പോൾ പുറത്തു നിന്നുള്ള ആളുകൾ കൂട്ടമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ മണ്ഡലത്തിന് മറ്റ് പ്രദേശങ്ങളിൽ നിന്നുള്ളവരടക്കം കോൺഗ്രസ്സുകാർ തന്നെയാണോ? അത് പരിശോധിക്കേണ്ടതാണ്. ഇനിയിപ്പോൾ ഈ വാർത്ത വന്നതിൻ്റെ പശ്ചാത്തലത്തിൽ പരിശോധിക്കട്ടെ, ആരൊക്കെയാണ് വരുന്നതെന്നുള്ളത്, കൂലിക്കുള്ള ആളുകളാണോ വരുന്നത് എന്നുള്ളത് ജനം പരിശോധിക്കട്ടെ, വിലയിരുത്തട്ടെ. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇങ്ങനൊരു പരസ്യം അവർ തന്നെ കൊടുത്തതാവാനാണ് സാധ്യത എന്ന് തോന്നുന്നുണ്ടോ? അല്ല, അതിനെ സംബന്ധിച്ച് വസ്തുത അവർ പരാതി കൊടുത്തിട്ടുണ്ടല്ലോ, അവരന്വേഷിക്കട്ടെ. അതാണ്, അന്വേഷണം നടക്കട്ടെ, സത്യം പുറത്തു വരട്ടെ എന്നതാണ് VK പ്രശാന്തിനെ പറയാനുള്ളത്. വീഡിയോ ജേർണലിസ്റ്റ് വിജിത്ത് ഊർക്കടവിനൊപ്പം റിപ്പോർട്ടർ റഹീസ് റഷീദ്, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.